മാം അതുപോലെ തന്നെ സ്ത്രീകളിലൊക്കെ ഈ ഉപ്പൂറ്റി വേദന ഭയങ്കര ഒരു പ്രശ്നമാണ്, ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞുള്ള വുമൻസിനൊക്കെ. അപ്പോൾ അവർക്ക് യോഗ എങ്ങനെയാണ്? ഇപ്പം പ്രത്യേകിച്ച് ലേഡീസിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഉപ്പൂറ്റി വേദന. അപ്പം അതിനെക്കുറിച്ചിട്ട് ആദ്യം പറയാം. ഉപ്പൂറ്റി വേദന എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ബോഡി വെയ്റ്റ് അതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ബോഡി വെയ്റ്റ് കൂടിയിരിക്കുക എന്നുള്ളത് അതിന് ഒരു സാധ്യത വരുത്തുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ തറയിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന ആളുകളിലും ഉപ്പൂറ്റി വേദനയുണ്ട്. അതുപോലെ കാൽക്കേനിയൽ സ്പർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ബോണി ഗ്രോത്ത് വരുന്ന സ്റ്റേജും ഉണ്ടാകാറുണ്ട്. ഈ 3 അവസ്ഥകളിലാണ് നമുക്ക് മെയിനായിട്ട് ഉപ്പൂറ്റി വേദന ഉണ്ടാവാറ്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ കണ്ടീഷൻ, നമ്മളുടെ കാരണം എന്താ വെച്ചാൽ അതിനെ ഇല്ലാതാക്കുക. ഒന്ന് നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ, യോഗിക് എക്സസൈസ് ആണെങ്കിൽ ബെറ്റർ, നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാം. അതേപോലെ നമ്മളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് നമുക്ക് തറയിലൂടെ ചപ്പലില്ലാതെ നടക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പതുക്കെ നമ്മളുടെ ശരീരത്തിൽ വാദം കോപിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് നിലം തണുത്ത സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ കാലിലേക്ക് ആ ഒരു തണുപ്പ് വരാനും അത് നല്ല രീതിയിൽ നമുക്കുള്ള വേദനയെ കൂട്ടാനും സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ നല്ലതായിരിക്കണം. അതായത് അതിൻ്റെ സോള് ഈ കാലിൽ പെയിൻ ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ചെരുപ്പുകൾ കിട്ടും. അത് ഉപയോഗിക്കുക. നമ്മളകത്ത് പുറത്തിറങ്ങുന്ന സമയത്തും പലപ്പോഴും നമ്മൾ ചില വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചരലിലൂടെ ബെയർ ഫ്രൂട്ടിൽ കാലിൽ ചെരുപ്പൊന്നും ഇടാതെ നടന്നു കഴിഞ്ഞാൽ വേദന മാറുന്നു. എന്നിട്ട് അങ്ങനെ ചില പേഷ്യൻസ് നമ്മളെടുത്ത് വരും, അങ്ങനെ കണ്ട് ഞാൻ നടന്നു എന്ന് പറഞ്ഞു. ശരിക്കും നമുക്ക് അവിടെ ഒരു വേദനയുള്ള ഒരാളിൽ നമ്മൾ ഈ ചെറിയ കല്ലിലൂടെ ആണെങ്കിലും നടന്ന് കഴിയുമ്പം അവിടെയുള്ള ഇൻഫ്ലമേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ഇൻഫ്ലമേഷൻ കൂടിയിട്ട് പിന്നെ അതവിടെ തങ്ങിക്കിടന്ന് അതിനെ മാറ്റാനുള്ള ഒരു എക്സസൈസും അല്ലെങ്കിൽ ഒരു മെഡിക്കേഷൻസും ഉള്ളിലേക്ക് എടുക്കാതെ വരുന്ന സമയത്ത് അത് വളരെ നല്ല രീതിയിലുള്ള പെയിനായിട്ട് മാറാറുണ്ട്. ഇതിപ്പോൾ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പം വർഷങ്ങളോളം ആ ഒരു പെയിന് കൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർ നമ്മളെടുത്ത് വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് കാര്യം വ്യക്തമാവാറുള്ളത്. നെക്സ്റ്റ് കാൽക്കേനിയൽ സ്പർ. ശരിക്കും അവിടെ ഒരു ബോണി ഗ്രോത്ത് ആണ്. അപ്പോൾ അതിൽ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് വേണ്ടത്. പക്ഷേ അതല്ലാത്ത രീതിയിൽ നമുക്ക് പതുക്കെ നമ്മളുടെ ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള ചപ്പൽസ് ഉപയോഗിക്കുമ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ എക്സസൈസ് എന്ന് പറയുമ്പം യോഗയിൽ നമുക്ക് സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പം അതിൽ നമ്മൾ താടാസനം പോലെ കാലിൻ്റെ വിരലിൽ ഏന്തി മുകളിലേക്ക് നിൽക്കുന്ന ആസനം നമുക്ക് കൊടുക്കാം. അതുപോലെ കാലിലുള്ള ലൂസനിങ് എക്സസൈസുകളുണ്ട്. നമ്മൾ ആംഗിൾ സ്ട്രെച്ച് ഔട്ട് മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ആംഗിൾ റൊട്ടേഷൻസ് ഉണ്ട്, അതേപോലെ വിരലുകളിലുള്ള സ്ട്രെച്ചിങ്. ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നത് വഴി നമുക്ക് വളരെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുനിഞ്ഞു നിന്ന് ചെയ്യുന്ന ത്രികോണാസനം, അതേപോലെ നിവർന്നു നിന്ന് ചെയ്യുന്ന അർദ്ധകടി ചക്രാസനം, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉപ്പൂറ്റി വേദനയിൽ ലഭിക്കാറുണ്ട്.